അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ പി ജി, അല്ലെങ്കിൽ കുഞ്ഞുമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽക്കരുത്. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഒരു പ്രീസ്റ്റാണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ ആകെയുള്ള വരുമാന മാർഗ്ഗം എന്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറെ 2 lakhs മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഞാൻ തുടക്കത്തിലേ പറയട്ടെ, രേണു സുധി, രേണുവിന് ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്നും ഈ അസുഖത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഭേദപ്പെട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഞാനത് തുടക്കത്തിലേ പറയട്ടെ, രേണു സുധി, രേണുവിന് ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്നും ഈ അസുഖത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഭേദപ്പെട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഞാനത് തുടക്കത്തിലേ പറയും. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതായത് രേണു ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയധികം കാര്യങ്ങൾ രേണു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ആ വീഡിയോ ഞാൻ പൂർണ്ണ തോതി കണ്ടു. ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്തിനാണ് രേണു ഈ കാര്യങ്ങളൊക്കെ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത്? കാരണം നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സാണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബകാര്യം, ഋതപ്പനെ പറ്റിയുള്ള കാര്യം, ഇതൊക്കെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ അത് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഋതപ്പന് ബന്ധപ്പെട്ട കാര്യം, അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന, അതിൽ തുടക്കത്തിൽ ആ ക്യാപ്ഷൻ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കും. അതായത് രേണു അതിൽ പറഞ്ഞിരിക്കുന്നത് 4th സ്റ്റേജ് ക്യാൻസർ, ഞാൻ മരിച്ചാൽ ഋതപ്പന്റെ അവകാശം തങ്കച്ചൻ, പിന്നെ കുഞ്ഞുഞ്ഞമ്മ, രമ്യ, ലിബു എന്നിവർക്ക് മാത്രമായിരിക്കും എന്ന തരത്തിൽ ഒരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഈ പറയുന്ന രേണു ഇട്ട ഒരു വീഡിയോ ആണ്. അതിൽ പറയുന്ന തുടക്കത്തിലെ ഋതപ്പനെ കുറിച്ചാണ്. അതായത് ഋതപ്പന്റെ അവകാശം, ആരൊക്കെയോ ഋതപ്പനെ തട്ടിയെടുക്കാൻ വരുന്നു, ഋതപ്പന് അവകാശം പറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ വീഡിയോ കണ്ട ഉടനീളം അത് ആരാണെന്ന് പറയുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കിച്ചു ആണോ ആള്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. കാരണം ഇപ്പൊ കിച്ചു ആണ് ഒരു വിഷയം എന്ന് പറയുന്നത്. കിച്ചു ആണോ ഋതപ്പനെ തട്ടിയെടുക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ കിച്ചുവുമായിട്ട് ബന്ധപ്പെട്ടവർ വല്ലതും ആണോ ഋതപ്പനെ തട്ടിയെടുക്കാൻ നിൽക്കുന്നത്? അല്ല, വേറെ ആരാണ് ഋതപ്പന്റെ അവകാശം പറഞ്ഞു വരുന്നത്? ഇനി അത് പോട്ടെ, ഈ രേണുവിന്റെ ഭർത്താവായിട്ടുള്ള സുധിയുടെ വീട്ടുകാരാണ് കൊച്ചിന്റെ അവകാശം പറഞ്ഞു വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത്. എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം രേണു കാണിക്കണമായിരുന്നു. എന്തായാലും ഒരു കാര്യം വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, അതിന്റെ അറ്റുമൂലം ഇല്ലാത്ത രീതിയിൽ വന്ന് പറയുന്നത് എന്തിനാണ്? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഒന്നുകിൽ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കണം. ആരാണ് എന്നത് വ്യക്തതയില്ലാതെ ഒരു കാര്യം വന്ന് പറയുകയാണ്. ഞാൻ ആരാണെന്ന് പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോ എന്നുള്ളത്. അതായത് അടുത്തൊരു ചർച്ചാ വിഷയത്തിനുള്ള ഒരു വഴി ഒരുക്കുവാണോ ശരിക്കും പറഞ്ഞാൽ രേണുവിന് ആളാരെന്ന് പറഞ്ഞൂടെ? കാരണം അല്ലെങ്കിൽ അത് കിച്ചുവിന്റെ പേരിലോട്ടാവും. അതായത് കിച്ചുവാണ് എന്നുള്ള തരത്തിലോട്ട് പിന്നും അത് ആവുന്ന തരത്തിലോട്ട് എത്തും. കാരണം രേണുവിന്റെ ആ വീഡിയോ താഴെയുള്ള കമന്റ് ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇത് കിച്ചുവിനെ ഉദ്ദേശിച്ചാണ്, ഇത് കിച്ചുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ നിരവധി കിടപ്പുണ്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ? രേണുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തീർത്തൂടെ, ഇന്ന വ്യക്തികളാണ് ഇന്ന രീതിയിൽ നിൽക്കുന്നത് എന്നത് പറഞ്ഞുകൂടെ രേണുവിന്. അത് കിച്ചു ആണെങ്കിൽ കിച്ചു അല്ല, ഈ പറയുന്നത് സുധിയുടെ വീട്ടുകാരാണെങ്കിൽ അത് ഓക്കെ. പക്ഷെ ഇതൊന്നും പറയാതെ ഒരു പുകമറ ഇട്ടിട്ട് വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ആൾക്കാരോ പേരോ ഒന്നും പറയാതെ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ തന്നെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാനായിട്ട് ആരെങ്കിലും ചോദിച്ചോ ഈ ഒരു വിഷയം? അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഋതപ്പനും നിങ്ങളുടെ അവകാശങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിളിച്ച് തീർത്തുകൂടി. ഇപ്പൊ ഈ പറയുന്ന രീതി ഋതപ്പന്റെ അവകാശമായിട്ട് ഒരാൾ വരണമെന്ന് വെച്ചാൽ കിച്ചുവോ ഇനി പുതിയ വീട്ടുകാർ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ചോ അവരെ നേരിട്ട് കണ്ടോ വ്യക്തമായിട്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് എന്റെ കൊച്ചിന്റെ അവകാശം ഇന്ന വ്യക്തികൾക്കാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തീർത്തൂടെ? ഇതെന്തിനീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നതെന്നാണ് മനസ്സിലാവാത്തത് ശരിക്കും പറഞ്ഞാൽ. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിലവിൽ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് രേണുവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും. അതിന്റെ ഇടയിൽ കൂടെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യവും കൂടി വീണ്ടും ഈ പറയുന്ന രീതിയിൽ ചർച്ചാ വിഷയമാക്കി ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയത് രേണു ഒന്ന് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ ആഗ്രഹമില്ലേ രേണു? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സമാധാനവും സ്വസ്ഥതയും ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ രേണു തന്നെ പറയുന്നത് എന്റെ സമാധാന സ്വസ്ഥതയും കെടുത്താനായിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, വീഡിയോ അത് ഇത് മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടല്ലേ അതൊക്കെ ചർച്ചാ വിഷയമായി മാറുന്നത്. ഓക്കെ, ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കാം, കുറച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത തരത്തിലോട്ടുള്ള ഒരു കോണ്ടന്റ് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്ന തരത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊക്കെ.
ഇത് അങ്ങനെയല്ല. ഇത് ദിനം പ്രതി ഓരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പറയുന്നവർക്കാണോ ഈ കുറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ? അല്ലെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ ഇതിൽ നിന്നെല്ലാം റിക്കവറായി തിരിച്ച് വരും വരെ നമ്മളൊന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒന്ന് സമാധാനപരമായിട്ടൊന്ന് മാറി നിൽക്കണം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തന്നെ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ഈ ഓരോ വിമർശനങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ മാക്സിമം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയാം. സമാധാനപരമായിട്ടും നമുക്ക് ഹാപ്പിനെസ് നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ വന്ന് ഓരോ രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. രേണുവിൻ്റെ ആദ്യത്തെ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഒരു ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് പേര് രേണുവിനെ പോസിറ്റീവ് ആവുന്ന തരത്തിലും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ രേണുവിന്? ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. രേണു എത്ര രേണു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് പോലും രേണുവിനെ പോസിറ്റീവ് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. എന്നിട്ട് എപ്പോഴാണ് ഇത് വീണ്ടും മലക്കം പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത്? രേണു ഒരു വീഡിയോയിൽ വന്നിട്ട് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കിച്ചു കാണാൻ വന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, അത് കമന്റ് ചെയ്യുന്ന കമന്റോളികൾക്ക് ഉത്തരം നൽകുന്ന തരത്തിലാണ് രേണു വന്ന് സംസാരിച്ചത്. അതായത് ആരൊക്കെയോ പറഞ്ഞു രേണു കിച്ചു എന്നെ കാണാൻ വന്നു എന്നും, പക്ഷേ കിച്ചു എന്നെ കാണാൻ വന്നിട്ടില്ല എന്നുള്ളത് എടുത്തിട്ട് കൊടുക്കുന്ന തരത്തിലോട്ട് രേണു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആ ഒരു ഇത് തൊട്ടല്ലേ രേണു ഈ ഒരു പ്രശ്നങ്ങൾ അത്രയും തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ രേണു ആ ഒരു വിഷയം ഒരു ചർച്ച ആവുന്ന തരത്തിലോട്ട് ആ ഒരു സംഭവം രേണുവിൻ്റെ വായിൽ നിന്ന് വീണല്ലേ, അവിടെ തൊട്ടല്ലേ ഓരോ കാര്യങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നത്. കിച്ചുമായിട്ടുള്ള ആ ഒരു വിഷയം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. അവൻ അവൻ്റെ കാര്യം നോക്കി അവൻ ഒരു കുറ്റത്തിനും കുറവിനും ഒന്നിനും അവൻ വന്നിട്ടില്ല. അവൻ അവൻ്റെ കാര്യം നോക്കി പോയില്ലായിരുന്നോ? ഇത് വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയതല്ലേ അവിടെ രേണു ഓരോന്ന് പറഞ്ഞിട്ട് ചെയ്തതെന്ന് പറയുന്നത്. അതിനുശേഷമല്ലേ പല രീതിയിൽ പല കാര്യങ്ങൾ ഹോസ്പിറ്റൽ വിഷയങ്ങളായാലും ഓരോരുത്തർ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് അവിടെ തൊട്ടല്ലേ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ പല കാര്യങ്ങൾ പല വീഡിയോ പിന്നെ രേണു തന്നെ അത് വിട്ടുകൊടുക്കാത്ത തരത്തിൽ പല രീതിയിൽ പറഞ്ഞു. ഇതൊക്കെ തന്നെ എന്തിൻ്റെ ആവശ്യമായിരുന്നു? ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ എത്തി നിൽക്കുന്നത്? രേണുവിനെതിരെ ആരൊക്കെ വരുന്നുണ്ട്? പേഷ്യൻസ് പോലും ഈ ഒരു രേണു ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രശ്നം നേരിടുന്ന പേഷ്യൻസ് പോലും രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ ഋതപ്പൻ്റെ വിഷയം അത് രേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്ന സ്റ്റേജിലാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ നാട്ടുകാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ രേണു പറഞ്ഞത് ഒരു 2 ലക്ഷത്തിൻ്റെ കീമോ ചെയ്യുന്നത്, അത് ഓരോ കീമോയ്ക്കും ഇത് 2 ലക്ഷത്തിൻ്റെ മരുന്നാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ. അതിൽ ഞാനൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു പോസ്റ്റ് പല സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്. കാരണം ഇത് ഉള്ളതാണ്, ഇത് കള്ളമാണ്, 2 ലക്ഷത്തിൻ്റെ മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്ന ആ ഒരു ഇത്, അതും മെഡിക്കൽ കോളേജിൽ പല രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത് രേണുവിന് കിട്ടുന്നുണ്ട് എന്ന തരത്തിലും പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യം അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ വായിക്കാം. 2 lakhs അതും മെഡിക്കൽ കോളേജ് കീമോ ചെയ്യുന്നതിന്, അതും മെഡിക്കൽ കോളേജിൽ 2 lakhsൻ്റെ ആ ഒരു ഇതൊക്കെ പൊളിയുമ്പോൾ ഉള്ള അവസ്ഥ കഷ്ടം തന്നെയാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ രേണു എന്ന് പറയുമ്പോൾ അത് 2 ലക്ഷത്തിൻ്റെ ഇത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രാർത്ഥന അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ 2 ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ എടുത്തെടുത്ത് രേണു പറയുന്നത് മരുന്നിൻ്റേത്. അത് എന്തെങ്കിലും ആണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ രേണു ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോഴത്തേക്കും പലരും ആ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉന്നയിക്കും. ഇത് ശരിയാണോ തെറ്റാണോ ഉടായ്പാണോ എന്നൊക്കെ പലരും പറയും. നമുക്ക് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിത് ഒരാളടുത്ത് വന്ന് പറയുന്നതോ അല്ല, ഈ പറയുന്ന രീതി പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നതാണ്, പേഴ്സണലായിട്ട് ഒരാളോട് പറയുന്നതല്ല. അപ്പോൾ അവരൊക്കെ അത് തെളിയിക്കുന്ന തരത്തിൽ രേണുവിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ രേണു അതും കാണിക്കണം ശരിക്കും പറഞ്ഞാൽ. അതാണ് നിലവിൽ വേണ്ടതെന്ന് പറയുന്നത്. കാരണം ആർക്കും നമ്മൾ തെളിവ് കാണിക്കേണ്ട ആവശ്യമില്ല, അത് ഇത് ഒക്കെയാണ്. പക്ഷേ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് രേണു തന്നെ വന്ന് പറഞ്ഞ 2 ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ തന്നെ, അപ്പോൾ അത് ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രൂഫും കൂടി രേണു കാണിക്കണം. അതാണ് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക പറച്ചിലുകൾ പല രീതിയിൽ വരത്തില്ല. അപ്പോൾ ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് അവരെ കൂടി തെളിയിക്കുന്ന തരത്തിലോട്ട് രേണു തന്നെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രേണു തന്നെ പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ തന്നെ. രേണു ഒരു കാര്യം മനസ്സിലാക്കണം, രേണുവിനെ പോലെ തന്നെ ഈ ഒരു രോഗം നേരിടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പലർക്കും ഒട്ടും സഹായങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത സിറ്റുവേഷനിൽ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. രേണുവിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പല വഴിയിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് ഓർക്കണം രേണു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, രേണു ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണതോതിൽ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന കാര്യം. കാരണം എനിക്ക് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആർക്കും ഒരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, എന്ത് തന്നെയായാലും. അതുകൊണ്ട് രേണുവിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റട്ടെ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ആവശ്യമില്ലാത്ത തരത്തിൽ ഓരോന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ രേണുവിന് നിലവിലത്തെ സിറ്റുവേഷന് നല്ലതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഋതപ്പൻ്റെ കാര്യം, കിച്ചുവിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ പിന്നെ ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യമില്ലാത്ത തരത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ദയവ് ചെയ്ത് എത്തിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഫാദറിൻ്റെ കാര്യം അത് വളരെ വലിയ രീതിയിൽ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ രേണു ഇതിൻ്റെ അകത്ത് വന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ബിഷപ്പിനായാൽ പോലും ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുമായിരുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് രേണു പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു ചർച്ചയാവുന്നതെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഓരോ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കും അത് വിമർശനത്തിന്
മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആ ഒരു തരത്തിൽ എന്താ പറയുന്നത്, ഈ വീഡിയോ കൊടുക്കുന്നത് കൊണ്ടല്ലേ, ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ടല്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടല്ലേ അത് പിന്നെ ബാക്കിയുള്ളവർക്ക് അത് വിമർശിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതിലെന്തെങ്കിലും ഒരു സംഭവം ഉള്ളത് കൊണ്ടല്ലേ ബാക്കിയുള്ളവർക്ക് വിമർശിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ ചുമ്മാ കയറി ആരും വിമർശിക്കത്തില്ലല്ലോ. അച്ഛൻ്റെ വിഷയത്തിലായാലും അങ്ങനെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രേണു ആയാലും അതോടൊപ്പം തന്നെ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നായാലും കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചൊക്കെ കൂടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ ഒന്ന് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു പ്രശ്നം വഷളാവത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിലവിലത്തെ സിറ്റുവേഷനിൽ രേണുവിന് നല്ലതെന്ന് പറയാം. പ്രത്യേകിച്ച് കുറച്ച് നാളത്തെയെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് സ്വന്തം ആരോഗ്യം അത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട്, നല്ല രീതിയിൽ നല്ല റിക്കവറായിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക.